നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 11 ചൊവ്വ രാശി മാറുന്നു സ്വന്തം സ്വക്ഷേത്രമായ മേടം രാശിയിലേക്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടൈമിങ് ഇതാണ്. 2026 മെയ് 11 ഉച്ചയ്ക്ക് 12:40 PM സ്വക്ഷേത്രമായ മേടത്തിലേക്ക് ചൊവ്വ രാശി മാറുന്നത്. ഇത് ജൂൺ 20 വരെ തുടരും. അപ്പോൾ ചൊവ്വ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ 4 രാശിക്കാർക്കാണ് പ്രധാനമായിട്ടും ഡയറക്റ്റായിട്ട് നേട്ടമുള്ളത്. അപ്പോൾ എന്തായാലും ചൊവ്വ മാത്രമല്ല, മറ്റ് ഗ്രഹങ്ങളുമൊക്കെ ഈ പറയുന്ന 4 രാശിക്കാർക്കും അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ ചൊവ്വ നേതൃത്വം നൽകുന്ന നിരവധി നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കും. അപ്പോൾ ചൊവ്വ അനുകൂലമാകുമ്പോൾ, ഡയറക്റ്റായിട്ട് അനുകൂലമാകുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ നേട്ടങ്ങൾ ഏകദേശം എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമതായിട്ട് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാകും എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മേഖല, അതായത് വസ്തു കൈമാറ്റം, അതുപോലെ തന്നെ വീട് പുതുതായിട്ട് വാങ്ങുകയോ വിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സംഭവം ഒക്കെയാണ് പ്രധാനമായിട്ടും ചൊവ്വ. പിന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും. പിന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം വരും. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചൊവ്വയുടെ നേട്ടങ്ങൾ. പിന്നെ പ്രതികൂലമായിട്ട് നിൽക്കുന്നവർക്ക് വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാവും, തീപ്പൊള്ളൽ, അതുപോലെ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ വരാം. ഉയരത്തിൽ നിന്നുള്ള വീഴ്ച, അപകട സാധ്യത ഉണ്ടാവും ചൊവ്വ പ്രതികൂലമായിട്ട് നിൽക്കുന്നവർക്ക്. പക്ഷേ ഇവിടെ സ്വക്ഷേത്രത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ദുരനുഭവങ്ങൾക്ക് അല്പം ഡിസ്കൗണ്ട് കിട്ടുമെന്ന് മാത്രമല്ല, ഈ ഗുണങ്ങൾ കിട്ടുമെന്ന് ഞങ്ങൾ പറയുന്ന 4 രാശിക്കാർക്ക് അത്യധികം നേട്ടം, ചൊവ്വ വഴി കിട്ടുന്ന നേട്ടങ്ങൾ വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ആ 4 രാശിക്കാരെക്കുറിച്ച് പറയാം. അതിനു മുമ്പായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഇതൊക്കെ പറഞ്ഞു തരുന്നു. അപ്പോൾ ചെറിയ ദക്ഷിണ പോലെ പണമായിട്ട് വേണ്ട, മറിച്ച് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പുതിയൊരു പരിപാടിയുണ്ട്, ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ഹൈപ്പും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിലൂടെ മെസ്സേജ് ഇടുക. അപ്പോൾ ഫോൺ വിളിക്കരുത് ഇത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ നമുക്ക് ആ രാശിക്കാരൊക്കെയാണെന്ന് നോക്കാം. ഈ 4 രാശിക്കാർ മാത്രമല്ല, ഈ രാശികൾ ലഗ്നമായിട്ട് വരുന്നവർക്കും നേട്ടം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഗ്രഹനിലയിൽ ലഗ്നം ഏതാണെന്ന് അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ അത് നമുക്ക് പരിഹാരം അത് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും ഫോർമാലിറ്റീസൊക്കെ കാണും. ഓക്കെ, അപ്പോൾ ആദ്യം ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മിഥുനം രാശി തന്നെയാണ്. മിഥുനം രാശിക്കാർ ഇപ്പോൾ ടോപ്പിൽ വരികയാണ്, വന്നുകൊണ്ടിരിക്കുന്നു. ജൂൺ 2 വ്യാഴവും കൂടെ അനുകൂലമാകുമ്പോഴത്തേക്ക് അവർ ടോപ്പ് ഗിയറിൽ വരും. ഞാനത് പറഞ്ഞു, വേറൊരു വീഡിയോ ഇട്ടിരുന്നു. 13 മാസം കണ്ടിന്യൂസ് ആയിട്ട് മിഥുനം രാശി ടോപ്പിൽ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മിഥുനം രാശി മാത്രമല്ല, മിഥുനം ലഗ്നക്കാർക്കും നേട്ടമാണ്. മിഥുനം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്കാർക്ക് നേട്ടങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇത് മെയ് 11 ഗ്രഹനില എടുത്താണ് ഞാനിത് പറയുന്നത്. അപ്പോൾ തന്നെ ഇവർക്ക് ചന്ദ്രൻ കൂടാതെ 6 ഗ്രഹങ്ങൾ അനുകൂലമാണ്. അതുമാത്രമല്ല, ജൂൺ 2 ഇവർക്ക് വ്യാഴവും അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ അടിപൊളി ഒരു സമയത്തേക്കാണ് ഇവർക്ക്
ഇവർക്ക് മാറ്റം ഉണ്ടാകുന്നത്. അതുമാത്രമല്ല 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ടാണ് ചൊവ്വ വരുന്നത്. അപ്പോൾ അത്യധികം ഗുണാധിക്യമുള്ള സമയമാണ് മിഥുനം രാശിക്ക്. അപ്പോൾ അത് വാഹനലാഭം, വീട്, വസ്തു, ഇതൊക്കെ അനുകൂലമായിട്ടുള്ള രംഗങ്ങളാണ്. എല്ലാ തരത്തിലും ഇപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്നുള്ള ധനവരവ്, രാഷ്ട്രീയ രംഗത്തുമൊക്കെ നേട്ടം, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയൊക്കെ മിഥുന രാശിക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്ക് ചൊവ്വ വരികയാണ്. ഇപ്പോഴും 10-ാം ഭാവത്തിൽ കർമ്മഭാവത്തിൽ ചൊവ്വ മിഥുനം രാശിക്ക് അനുകൂലമാണ്, മിഥുനം ലഗ്നത്തിനും. അപ്പോൾ അത് ആ ഒരു കോൺസെൻട്രേഷൻ മുഴുവൻ നമ്മുടെ മിഥുനം രാശിയിൽ അങ്ങോട്ട് വരികയാണ്. ലൈം ലൈറ്റ് മുഴുക്കെ ഫോക്കസ് ചെയ്യുന്നത് മിഥുനം രാശിക്കാർക്കാണ്. അപ്പോൾ മിഥുനം രാശിക്കാരെ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടി. ഓക്കെ, ഇനി ഞങ്ങൾ പറയുന്ന രാശി കർക്കിടകം രാശിയാണ്. പുണർദം അവസാന പാദം, പൂയാല്യം. കർക്കിടകം രാശിക്കും ഈ പറയുന്ന പോലെ നമ്മുടെ ഈ മെയ് 11 ഗ്രഹനില എടുക്കുമ്പോൾ തന്നെ ഏകദേശം ചന്ദ്രനെ കൂടാതെ 4 ഗ്രഹങ്ങൾ, പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. സൂര്യനും ബുധനും ഒക്കെ കർമ്മഭാവത്തിൽ വരുന്നു, ചൊവ്വയും കർമ്മഭാവത്തിലാണ് വരുന്നത്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് പ്രത്യേകം ലഭിക്കും. അതായത് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ നേട്ടങ്ങൾ, പൊതുവിൽ ചൊവ്വ അനുകൂലമായിട്ട് വരുമ്പോഴുള്ള നേട്ടങ്ങൾ കൂടാതെ കർക്കിടകം രാശിക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവാം. പിന്നെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, തൊഴിൽപരമായിട്ടുള്ള രംഗത്ത് വലിയ തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾ സ്വാഗതം ചെയ്യുക. പക്ഷേ അത് നിങ്ങൾക്ക് ഗുണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അതായത് ഒരുപാട് കർമ്മ കുശലത ആവശ്യപ്പെടുന്ന ഒരു സമയമായിരിക്കും നമ്മുടെ കർക്കിടകം രാശിക്കാർക്ക്. അതായത് മടിയും അലസതയൊക്കെ മറന്നു പോകുന്ന തരത്തിൽ നിങ്ങൾ തിരക്ക് പിടിച്ച ഒരു അവസ്ഥയിലേക്ക് തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും പ്രധാനമായിട്ടും. പിന്നെ ബാക്കി ചൊവ്വയുടെ മറ്റ് അനുഗ്രഹങ്ങളുമെല്ലാം കിട്ടും. ഓക്കെ, ഇനി ഞങ്ങൾ പറയുന്ന രാശിയായ വൃശ്ചികം രാശിയാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ചൊവ്വ ഈ മെയ് 11 മാറുന്നതിന് കൂടാതെ ശുക്രൻ മെയ് 14 അനുകൂലമായിട്ട് മാറുന്നു. ഇപ്പോൾ അതായത് 14 വരെ, മെയ് 14 വരെ ശുക്രൻ ഇടവത്തിൽ നിൽക്കുമ്പോൾ, 10-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത്ര വലിയ നേട്ടമില്ല ശുക്രൻ സ്വക്ഷേത്രമായിട്ട് പോലും. കാരണം എന്ന് പറഞ്ഞാൽ 10-ാം ഭാവത്തിൽ ശുക്രൻ അത്ര വലിയ നേട്ടം കൊണ്ടുവരില്ല. പക്ഷേ 11-ാം ഭാവത്തിലേക്ക് മെയ് 14 വരും. അപ്പോൾ മുതൽ ഈ ചൊവ്വയും ശുക്രനും സൂര്യനും ബുധനും ഒക്കെ അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ രാശി ഓക്കെ, 6-ാം ഭാവത്തിൽ വൃശ്ചിക രാശിക്ക് 7-ാം ഭാവത്തിലാണ് ശുക്രൻ മെയ് 14 വരെ നിൽക്കുന്നത്. അതിനുശേഷം അഷ്ടമത്തിലൊക്കെ വരുമ്പോൾ അവർക്ക് നേട്ടം തന്നെയാണ്. അപ്പോൾ മെയ് 11 മെയ് 11 ചൊവ്വയും ശുക്രനും മെയ് 14 അനുകൂലമാകുന്നു വൃശ്ചികം രാശിക്ക്. അപ്പോൾ അവർക്കും നേട്ടമാണ്. അത് കൂടാതെ വ്യാഴം 9-ാം ഭാവത്തിൽ വരും ജൂൺ 2. അപ്പോൾ അങ്ങനെയൊക്കെ വൃശ്ചികം രാശിക്കും ടോപ്പ് ഗിയറിലോട്ട് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ വൃശ്ചികം രാശിക്ക് 6-ാം ഭാവത്തിലാണ് ചൊവ്വ വരുന്നത്. അപ്പോൾ ശത്രുവിൽ വിജയം, പിന്നെ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു നേട്ടം ഉണ്ടാകും. അതുപോലെ തന്നെ കടങ്ങൾ കുറയും. EMI മാത്രമല്ല, പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്നും ലോണുകളുടെ അവസ്ഥ മാറ്റപ്പെടും. പിന്നെ തീർച്ചയായിട്ടും ഇവർക്ക് ശത്രുവിൽ വിജയം, പിന്നെ കേസ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു മാറ്റം വരും. അപ്പോൾ അങ്ങനെയൊക്കെ വൃശ്ചികം രാശിക്ക് എല്ലാം കൊണ്ടും ചൊവ്വയുടെ മാറ്റം. അതുകൂടാതെ മെയ് 14 ശുക്രനും അഷ്ടമത്തിൽ വരുമ്പോൾ കൂടുതൽ നേട്ടമാണ്. അപ്പോൾ വൃശ്ചിക രാശി
നല്ല ഒരു കാലയളവിലേക്ക് മാറുകയാണ്. ഇവർക്ക് കുറച്ച് കാലമായിട്ട് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അത് അത്യധികം ഗുണാധിക്യമുള്ള ഒരു കാലത്തിലേക്ക് മാറും. മെയ് 14 ആവും, മെയ് 11 ശേഷം. ഓക്കെ, ഇനി ഞങ്ങൾ പറയുന്ന 4ാമത്തെ രാശി എന്ന് പറയുന്നത് കുംഭൻ രാശിയാണ്. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് 3ാം ഭാവത്തിലാണ് ചൊവ്വ വരുന്നത്, അനുകൂലമാണ്. കൂടാതെ ഇവർക്ക് ജൂൺ 2 വരെ വ്യാഴവും അനുകൂലമാണ്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ജൂൺ 2 മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ കുംഭൻ രാശിക്കാർ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. കാര്യം ആ കാലയളവ് വരെ സൂര്യൻ, ചൊവ്വ, ശുക്രൻ, വ്യാഴം ഇവയെല്ലാം അനുകൂലമാണ് ജൂൺ 2 വരെ. അതിനുശേഷം വ്യാഴം പ്രതികൂലമായിട്ട് വരും. അപ്പോൾ കാലങ്ങളൊക്കെ ഒന്ന് മാറിയൊക്കെ തിരിഞ്ഞൊക്കെ വരും. എന്തായാലും ഈ മെയ് 11, മെയ് 14 ഈ 2 ഡേറ്റുകൾ സൂക്ഷിക്കുക. ജൂൺ 2 മുമ്പായിട്ട് ഇവർക്ക് പരമാവധി നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്ന സമയമാണ്. പൊതുവെ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിട്ട് മേടം രാശിയിൽ വരുന്നതുകൊണ്ട് പൊതുവെ ഗുണങ്ങൾ ഉള്ളവർക്ക് കൂടുതൽ ഗുണങ്ങളും ദോഷങ്ങളുള്ളവർക്ക് കുറവ് ദോഷങ്ങളും ആണ് ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിട്ട് വരുന്നതുകൊണ്ട് പൊതുവെ സംഭവിക്കാം. എന്തായാലും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.